അസ്സലാമലൈക്കും. നമ്മളെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ മേരാ വത്തൻ, ഇതെൻ്റെ നാടാണ്. അതായത് എൻ്റെ നാട്ടിലെ ഓരോരോ കാര്യങ്ങളും എന്തോ ഒരു ഭംഗിയാണ്. അതിലെല്ലാ വള്ളങ്ങൾ നോക്കൂ, കാടുകൾ നോക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഓ ഗുല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ആ ധാന്യങ്ങൾ, മേവേ എൻ്റെ നാട്ടിലെ ആ ഫലങ്ങൾ, അതായത് പഴങ്ങൾ, അതും തെർക്കാരിയാൻ എൻ്റെ നാട്ടിലെ ആ പച്ചക്കറികളൊക്കെ എന്ത് രസമാണ്. ഇതൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല ഹുഷ് റംഗ് ഫൂലോം, ഹുഷ് റംഗ് അതായത് വർണ്ണാഭമായ നിറങ്ങളുള്ള ഫൂലോം കി ഗുൽഖാരിയാൻ, എൻ്റെ നിറങ്ങളുള്ള ഫൂലോം കി പുഷ്പങ്ങളുടെ ഗുൽഖാരിയാൻ, നിറപ്പണികൾ, ചിത്രപ്പണികളൊക്കെ കാണാൻ എന്ത് മനോഹരമാണ്. അതാണ് എൻ്റെ നാട്. സർസബ്സ് ബാഗോം കി ഫുൽവാരിയാൻ, സർസബ്സ് ആ പച്ച നിറഞ്ഞുള്ള, ആ പച്ച നിറമുള്ള ബാഗോം കി കാടുകളുടെ ഫുൽവാരിയാൻ, പുൽമേടുകളൊക്കെ കാണാൻ എന്ത് മനോഹരമാണ്. വേറെ നാട്ടിലെവിടെയും കിട്ടോ? അതാണ് പറയുന്നത്. സെറാബ് ആ ജലാശയം, എൻ്റെ നാട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് മനോഹരമാണ്. ഹുഷ്നുമ മാത്രമല്ല മനോഹരമായ, ഹുഷ്നുമ എന്ന് പറഞ്ഞാൽ മനോഹരമായ, ക്യാരിയാൻ എന്ന് പറഞ്ഞാലും തടങ്ങൾ എന്ന് പറഞ്ഞാലും ഇതൊക്കെ സെറാബും ക്യാരി എന്നൊക്കെ പറഞ്ഞാലും ഒരർത്ഥം തന്നെ. അതൊക്കെ കാണാൻ എന്ത് മനോഹരമാണ്. ജമീനെ ജർഹേസ് ദിൽകഷ് ചമൻ, ഇതിലും ചെറിയൊരു ഓർഡർ വ്യത്യാസമുണ്ട്. മുകളിൽ പറഞ്ഞ പോലല്ല, ഇതിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ജർഹേസ് ജമീനൻ. ശ്രദ്ധിക്കുക, ജർഹേസ് ജമീനൻ അതിലുണ്ടാവും ആ ജർഹേസ് ആ ഫലപുഷ്ടിയുള്ള ജമീനൻ, ആ ഭൂമികളൊക്കെ എന്ത് മനോഹരമാണ്. പിന്നെ സർഹേസ് ജമീനൻ, ആ ഫലപുഷ്ടിയുള്ള ഭൂമികളൊക്കെ എന്ത് മനോഹരമാണ്. പിന്നെ ഒന്ന് സങ്കല്പിച്ചെടുക്കണം, ദിൽകഷ് ചമൻ, ആ ഹൃദയഹാരിയായ പൂന്തോട്ടങ്ങളൊക്കെ കാണാൻ എന്ത് മനോഹരമാണെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ നാട്. വല്ല സ്ഥലത്തും കിട്ടോ? മേരാ വത്തൻ ഹേ, ഇതാണ് എൻ്റെ നാട്. മേരാ വത്തൻ, ഇതാണ് എൻ്റെ നാട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഒന്നുകൂടെ ഉഷാറായിട്ട് ഇത് ശ്രദ്ധിക്കുക, ആവർത്തിച്ച് അർത്ഥം വെച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.